സുദീർഘമായി പറയുന്നില്ല. നിങ്ങൾ നോക്ക്. അപ്പൊ ഒന്നാമത്തെ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പിതാക്കന്മാരുടെയും മഹത്വം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ബഹുമാനം, അതിന്റെ വലുപ്പത്തരം. പക്ഷെ അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായത്, അല്ലാഹുവിന്റെ ഖലീലായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാമായത് ആ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒരു കാരണം കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ, ആ ഒരു വലിയ പവർ അല്ലാഹു തആലയുടെ സെലക്ഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ജനിച്ചാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മുഅ്ജിസത്ത് കാണിച്ചാലും ഇല്ലെങ്കിലും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായി, ഖലീലായി, അഷ്റഫുൽ ഖൽഖായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ഹബീബ് നടത്തിയ വിപ്ലവത്തെ കുറിച്ച് അവർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമത്ത വിമോചകനാണെന്ന് പറയും, സ്ത്രീ സമുദ്ധാരകനാണെന്ന് പറയും, അവിടുന്ന് നല്ല സൗന്ദര്യമുള്ളാണെന്ന് പറയും, അവിടുന്ന് വലിയ പണ്ഡിതനാണെന്ന് പറയും, അവിടുന്ന് വലിയ പ്രഭാഷകനാണെന്ന് പറയും, അവിടുന്ന് ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ചവരാണെന്ന് പറയും, അവിടുത്തെ മക്കൾ ആ സാദാത്യങ്ങൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് പറയും, അവിടുന്ന് ജനിച്ച മക്കൾക്കും അവിടുന്ന് വഫാത്തായ മദീനക്കും എല്ലാറ്റിനും വലിയ മഹത്വമുണ്ടെന്ന് പറയും. എല്ലാം ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കേണ്ടതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളേണ്ടതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കേണ്ടതും അവിടുന്ന് റസൂലുള്ളായാണ്, അല്ലാഹ് പറഞ്ഞയച്ച ആളാണ്, അല്ലാഹുവിന്റെ ദൂതരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം പഠിച്ച എത്ര ആളുകളുണ്ട്. അല്ലാമ ദഹബി, അയാൾ വലിയ ചരിത്രകാരനാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ ചരിത്രകാരന്മാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം മലയാളികളായ കവികൾ, ചരിത്രകാരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈമാൻ ലഭിച്ചിട്ടില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടേണ്ട വെളിച്ചം കിട്ടിയിട്ടില്ല. കാരണം അവർ സമുദ്ധാരകനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, വിപ്ലവകാരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ധൈര്യശാലിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ക്ഷമാശീലനാണെന്ന് പഠിച്ചിട്ടുണ്ട്, കാരുണ്യത്തിന്റെ ദൂതനാണെന്ന് പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയാണെന്ന് അംഗീകരിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞയച്ചതാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാത്ത കാലത്തോളം അവർക്ക് ഹിദായത്തില്ല, അവർക്ക് വെളിച്ചമില്ല. എന്തുകൊണ്ടാ അള്ളാന്റെ റസൂൽ എന്ന് പറയണമെങ്കിൽ ആദ്യം അള്ളാനെ അംഗീകരിക്കണം. അള്ളാഹുവിനെ അംഗീകരിക്കണമെങ്കിൽ, അള്ളാഹുവിനെ ഒരാൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ എത്ര വേദനയുടെ കാര്യമില്ല. അള്ളാഹുവിനെ ഒരാൾ അംഗീകരിക്കണമെങ്കിൽ എന്ത് ദൃഷ്ടാന്തം കണ്ടിട്ട് കാര്യമില്ല. ഒരുപക്ഷെ അയാൾക്ക് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലായേക്കാം. ചില ആളുകൾ 313 സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഒരാളാണ് ഞാൻ ഈ പറയുന്നത് ശരിക്കും നിങ്ങൾ മണ്ടയിൽ കയറ്റണം. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ അയച്ചാളെന്ന് അള്ളാഹിനെ അംഗീകരിക്കാത്ത ആൾ എങ്ങനെ റസൂൽ അംഗീകരിക്കാൻ കഴിയും? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയേ അങ്ങ് ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് സൃഷ്ടിക്കാൻ അങ്ങേക്ക് കഴിയില്ല നബിയേ. നമ്മളെത്ര പഠിച്ചാലും, നമ്മളെത്ര വായിച്ചാലും, നമ്മളെത്ര ചിന്തിച്ചാലും ഹിദായത്ത് എന്നത് അല്ലാഹ് തരണം. ഹിദായത്ത് എന്നത് അല്ലാഹ് തരണം. അല്ലാഹുവേ ഞങ്ങളെത്ര കുറവുള്ളവരാണ്, ഞങ്ങളെത്ര കുറവുള്ളവരാണ്.
പക്ഷേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നല്ല അല്ലാ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹദാ. പടച്ച റബ്ബ് ഹിദായത്ത് തന്നതിന് നന്ദി പ്രകടിപ്പിച്ചാൽ നമ്മളെ ജീവിതകാലം മുഴുവൻ സുജൂദ് ചെയ്താലും അത് അവസാനിക്കില്ല. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മളിതാ സുബ്ഹാനല്ലാഹ് നമ്മൾ വഅദ് പറയുന്നു. അതൊരു പക്ഷേ അള്ളാഹുവിനെ അറിയാനുള്ള കാരണമായേക്കാം. അതുപോലെ ഒരാൾ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിക്കുന്നു, അത് അള്ളാഹുവിനെ അറിയാനുള്ള കാരണമായേക്കാം. ഇങ്ങനെ അള്ളാഹു തആല മുസബ്ബിബുൽ അസ്ബാബാണ്, കാരണങ്ങളിലൂടെ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. പക്ഷേ ഹിദായത്ത് എന്ന് പറയുന്നത് ഏത് കാരണങ്ങളുമായി ബന്ധപ്പെട്ടാലും, എത്ര നമ്മൾ അറിവ് നേടിയാലും, എത്ര സമ്പാദങ്ങൾ കണ്ടാലും, എത്ര ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഹിദായത്ത് പടച്ച റബ്ബ് തരണം കേട്ടോ.